വാനാഞ്ചിറ ഭാഗത്തൊക്കെ ഈ ടൈമിലൊക്കെ നല്ല ആൾക്കാർ ജഗവകയായിട്ട് നിൽക്കേണ്ട ടൈമാണ്. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണം. കോഴിക്കോട് ഹർത്താലായിട്ടുള്ള യാതൊരു ഇതും കാണുന്നില്ല. ചില ആൾക്കാർ ഹർത്താലാന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാൻ വേണ്ടി കാത്തുന്ന ആൾക്കാരും ഉണ്ട്. വ്യവസായികൾ ഇന്നലെ തന്നെ പറയുന്നല്ലോ ഞങ്ങൾ ഹർത്താലിന് സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. ഹർത്താലുണ്ടോ? ഇവിടെ ഇല്ല. ഇതിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ ഈ ഹർത്താൽ വിജയിച്ചിനി. നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജന്റെ ആത്മഹത്യയിൽ അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലും അതുപോലെ തന്നെ വിവിധ ദളിത് ആദിവാസി സംഘടനകളും ചേർന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ കേരളത്തിൽ ഭാഗികമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ പാളയം മാർക്കറ്റിനകത്താണ്. ഇവിടെ സാധാരണഗതിയിൽ തന്നെയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ അടക്കം നിരത്തിൽ ഇറങ്ങുകയും ആളുകൾ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബസ്സുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ സാധാരണഗതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആരും തന്നെ വാഹനങ്ങൾ തടയുകയോ കടകൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തതായിട്ട് ഇവിടെയുള്ള തൊഴിലാളികളോ വ്യാപാരികളോ ആരും തന്നെ നമ്മളോട് അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ജനജീവിതം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഹർത്താലിൻ്റെതായിട്ടുള്ള യാതൊരു പ്രതീതിയും കോഴിക്കോട് നഗരത്തിൽ ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. വിവിധ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക്. വാനാഞ്ചിറ ഭാഗത്തൊക്കെ ഈ ടൈമിലൊക്കെ നല്ല ആൾക്കാർ ജഗവകയായിട്ട് നിൽക്കേണ്ട ടൈമാണ്. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണം. ആളുകൾ ഈ ഹർത്താലാണെന്ന് കരുതിയിട്ട് വീട്ടിലിരിക്കുന്ന നമ്മളെ കാഴ്ചപ്പാട്. പിന്നെ ഇപ്പം ചില ആൾക്കാർ ഹർത്താലാന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാൻ വേണ്ടി കാത്തുന്ന ആൾക്കാരും ഉണ്ട്. പണിക്ക് പോകാതൊക്കെ അല്ലേ പല ഇതായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പൊതുവെ ആള് ഇറക്കം കുറവാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ ബുദ്ധിമുട്ട് നമുക്ക് ആളുണ്ടെങ്കിലേ നമുക്ക് പണി ഉണ്ടാവുള്ളൂ. ബാധിച്ചിട്ടുള്ളൂ. എല്ലാ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്കൊരു ചായ കുടിക്കാൻ അങ്ങനത്തെ അധികം നമ്മൾ വലിയ ഹോട്ടലിൽ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ചെറിയ സ്പീഡുകളിലൊക്കെ കയറി നമ്മള് ചായ കുടിക്കലും ചോറ് കഴിക്കലും ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. പക്ഷെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഓട്ടം കുറവായിട്ടാണ് കാണുന്നത്. അല്ലാത്ത വിധത്തിലൊരു ബുദ്ധിമുട്ടൊന്നും കാണില്ല. എന്താന്ന് അറിയില്ല, നമ്മളറിയില്ല. ഇവിടെ കോഴിക്കോട് എന്താ അവസ്ഥ? കോഴിക്കോട് ഇപ്പൊ നമ്മളിവിടെ തളിയിലുള്ളത്. ഇവിടെ ആള് കുറവാണ് കാണുന്നത്. വേറെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. വേറെ ഹർത്താലിലെ ആളുകൾ വരും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഹർത്താലിന്റെ പ്രതീതി ഉണ്ടോ? അത് തോന്നുന്നില്ല ഇവിടെ ഈ സൈഡില്. ഉള്ളോട്ട് അങ്ങോട്ട് എന്താന്നുള്ള അറിയില്ല. ഇവിടെ എന്തെങ്കിലും അങ്ങനെ തോന്നുന്നില്ല. ഇല്ല ഇല്ല. നിങ്ങളുടെ കച്ചവടം അങ്ങനെ ആള് വരുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹർത്താലുണ്ടോ? കോഴിക്കോട് ഹർത്താലായിട്ടുള്ള യാതൊരു ഇതും കാണുന്നില്ല. വണ്ടി വാഹനം ഓടുന്നുണ്ട്. കടകളൊക്കെ വ്യവസായികൾ ഇന്നലെ തന്നെ പറയുന്നല്ലോ ഞങ്ങൾ ഹർത്താലിന് സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. പിന്നെ ബസ് ഓണേഴ്സിന്റെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വാഹനം ഹർത്താലായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങളൊക്കെ ജോലിക്കായിട്ട് വന്നാണ്? ജോലിക്കായിട്ട് വന്നാ. അങ്ങനെ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഹർത്താൽ കാരണം അടക്കണം ജോലിക്ക് പോരുന്ന അങ്ങനെ ഒന്നുണ്ട്. ഞാൻ ഇപ്പൊ ട്രിപ്പൊക്കെ എടുത്ത് വരിക കോഴിക്കോട് ടൗണിൽ കൂടി. എല്ലാ കടകളും തുറന്നിരിക്കുന്നത്, വാഹനം ഓടുന്നുണ്ട്. പിന്നെ 3-4 പേര് കൊടി പിടിച്ചൊരു ഹർത്താലിനൂറ്റികളാണെന്നോ ഒന്നിങ്ങനെ പോണ കണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പൊ ഈ ഹർത്താൽ, ഇന്നത്തെ ഹർത്താലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇന്നത്തെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ആ കുട്ടി മരിച്ചൊരു സംഭവമാണല്ലോ. അത് ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഹർത്താലിന് ഒരു സ്ട്രോങ്ങും കാര്യമൊക്കെ വിജയം ഉണ്ടായിനി. അപ്പൊ അത് ഇപ്പം കുറെ കഴിഞ്ഞ ഒരു മാസം പോലെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഹർത്താൽ നടത്തുമ്പോ ആർക്കും അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹർത്താൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും കൂടി ഇല്ലാത്തതുകൊണ്ടാണ്. അതെ. രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇതിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ ഈ ഹർത്താൽ വിജയിച്ചിനി. ഇതിപ്പോ ഇങ്ങനെ ചെറിയൊരു ദളിത് സംഘടനയാണെന്നാ തോന്നിട്ട് എനിക്ക് അത്ര അറിവുള്ളു. അപ്പൊ അതിനെക്കൊണ്ട് ഒരു സ്ട്രോങ് കുറവുണ്ട്. അപ്പൊ ഇതിന് ആളുകൾക്കൊരു പേടിയൊന്നുമില്ല. രാഷ്ട്രീയക്കാരാകുമ്പോ പേടിയാണല്ലോ. എന്തെങ്കിലും അടിച്ചു പിടിക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു തോന്നും. ഇതിപ്പോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു സ്ട്രോങ് ഇല്ല. അതെ. പിന്നെ ചില ഭാഗങ്ങളിൽ, തെക്കൻ ഭാഗങ്ങളിലൊക്കെ ഹർത്താലിന് എന്തോ ന്യൂസിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, അടപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എന്റെ അറിവിലൊന്നും ഞാൻ കണ്ടില്ല. ഞാനിപ്പോ മാനാഞ്ചിറ ആ ഭാഗത്തൊക്കെ ഇപ്പൊ ലോഡർക്കിങ് തിരിഞ്ഞു വരിക. അവിടെ ഒന്നും ഈ ഹർത്താലിന്റെ യാതൊരു ഒക്കെ തുറന്നിട്ടില്ല. ഹർത്താൽ എല്ലാ സ്ഥലവും എല്ലാ പീടിയും തുറന്നു ഒത്തിരിക്കുന്നുണ്ട്. ഹർത്താലുണ്ടോ? ഹർത്താലുണ്ടോ? ഇവിടെ ഇല്ല. ഇല്ല. ആരും വന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും? ആരും വന്നിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നു.
സാധാരണ പോലെ തന്നെയാണ്. കോഴിക്കോട് നഗരത്തിൽ ജനജീവിതം സാധാരണ നിലയിലാണെങ്കിലും സംസ്ഥാനത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും ഈ പ്രതിഷേധക്കാരും ജനങ്ങളും തമ്മിലുള്ള ചെറിയ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ അടക്കം ഇത്തരത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ഈ ഹർത്താൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. ആളുകൾ പതിവ് പോലെ കടയിലേക്ക് ചെല്ലുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്.